കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ പത്തനംതിട്ട ഒരു പട്ടി എങ്ങനെയോ ഒരു ഗേറ്റ് കുടുങ്ങുന്നല്ല പറഞ്ഞ കുരുങ്ങിയേക്കുന്നു. ഇത് കണ്ടു, എസ് ആകൃതിയിലായി പട്ടി. ഇതെങ്ങനെ ഇതിനകത്ത് കുടുങ്ങി എന്നുള്ളത് ഒരു മനസ്സിലാകത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ കയറി അതിനകത്ത് എന്തൊരു ഞുളപ്പാന്ന് ഓർക്കും. എന്നിട്ട് ഫയർഫോഴ്സ് എത്തി അതിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. കമ്പി മുറിച്ച് നായയെ രക്ഷപ്പെടുത്തിയെന്ന് കണ്ടോ, നായ നോക്കുന്നുണ്ടോ, കമ്പി മുറിച്ചു അവർ. എന്നിട്ട് അത് അകത്തി വേണ്ടൊക്കെ ചെയ്ത് നായയെ രക്ഷപ്പെടുത്തിയാലും നായ പേടിച്ച് കിടന്ന് അലറുക. അതുകൊണ്ട് മറ്റേ കമ്പി കട്ട് ചെയ്യുന്ന മെഷീനൊക്കെ ആയിട്ട് ആള് വന്ന് എന്നിട്ട് പട്ടിയെ അവസാനം ഇങ്ങനെ തള്ളി നീക്കാൻ നേരത്ത് വേറെ വഴിയൊന്നും ഇല്ല, കമ്പ് കൊണ്ടൊക്കെ കുത്തുക. അങ്ങനെ കുത്തി അല്ല, ഇത് മറ്റേ ഇത് വെച്ചിട്ട് പിടിക്കുന്ന കമ്പ് കൊണ്ട് കുത്തി കിട്ടുന്ന വേറെ ഉണ്ട്. ഒരു തടി വെച്ചിട്ട് തള്ളുക. അതുകൊണ്ട് ഈ ഇവന്റെ കയ്യിലേക്ക് തടി അതിനുള്ളതാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ വരുമ്പോൾ തന്നെ അവനെ ആ മാസ്ക് അങ്ങ് വെച്ചിട്ടേ, പക്ഷെ അവൻ ഓടിക്കളയാൻ നോക്കണം. അത് പിടിച്ചവിടെ നിർത്തുന്ന പരുവത്തിൽ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കഴുത്തേൽ ഡോക്ടർ സ്ക്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്തേനെ. അതിനെവിടെ അങ്ങനെ പേടിച്ചതോ ഒന്ന് ചാടി ഓടേണ്ടി വരത്തൊന്നുമില്ല. അതിനെ ഇങ്ങനെ മാസ്ക് വെച്ചിട്ട് കയറി പിടിച്ച് പൊക്കി അങ്ങ് എടുത്തേനെ അവർ. ഈ കമ്പിട്ട് കുത്തേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അത് ഓൾറെഡി പേടിച്ചിരിക്കും, അത് കടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും ഇത് കുറച്ചുകൂടെ എളുപ്പം. ഈ പട്ടിയെ എവിടെ വെച്ച് കിട്ടിയാലും ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ് വല്ല മൃഗാശുപത്രി ചെന്നാൽ മാസ്ക് ഒക്കെ കിട്ടും. അതെങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ കടിക്കാൻ പറ്റത്തില്ല നമ്മളെ. എന്നിട്ട് പൊക്കി മാറ്റുമ്പോൾ മാസ്ക് ഊരി വിടാൻ വേണമെങ്കിൽ. അതിന് മേടിക്കേണ്ട ആവശ്യമില്ല. അതായത് പാനിക് സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാസ്ക് ഊരിയിട്ട് കഴുത്തേനെ തുടലൂരി അങ്ങ് വിട്ടാൽ മതി. അതൊക്കെ ഈ പണി എടുക്കുന്നവർക്ക് അറിയാം കേട്ടോ. ഡോഗ് റെസ്ക്യൂ ചെയ്യുന്നവർ ഓടിച്ചിട്ടല്ലേ പിടിക്കുന്നത്, കണ്ടിട്ടില്ലേ? അതൊക്കെ അതിൻ്റെ രീതി. പക്ഷേ ഫയർഫോഴ്സിന് പട്ടികളുമായി ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കാം. വി ആർ ഓപ്പൺ സ്മോൾ ആനിമൽ ഹോസ്പിറ്റൽ മുംബൈ. ദ ടാറ്റ ട്രസ്റ്റ് സ്മോൾ ആനിമൽ ഹോസ്പിറ്റൽ ഈസ് നൗ ഓപ്പൺ ടു ദ പബ്ലിക്, മൂവിംഗ് ഫ്രം ഇറ്റ്സ് ട്രയൽ phase to phase 1. We are excited to bring in this new day for veterinary care, marking care, cure, comfort. ഇപ്പോൾ ടാറ്റയൊക്കെ വലിയ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ തുടങ്ങുവാന്നല്ല, എന്നാൽ പോലും ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ടാറ്റയുടെ വെറ്റിനറി ഹോസ്പിറ്റൽസ് വരുവാണെങ്കിലും ഭയങ്കര വെറ്റിനറി ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും മറ്റേ ഇതുപോലത്തെ പ്രവർത്തകർക്കൊക്കെ നല്ലതായിരിക്കും അല്ലേ? ടാറ്റയ്ക്ക് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇവിടെ ഒരു ചിറ്റിലപ്പള്ളിയുണ്ട്, കൊട്ടേഷൻ കൊടുക്കുക പട്ടികളെ കൊല്ലാൻ. നാണക്കേടെന്ന് ഓർത്ത് വയ്ക്കുവാണേ. എന്നാൽ പിന്നെ കൊതുകിനെ കൊല്ലാൻ വല്ല കൊട്ടേഷൻ കൊടുത്തുകൂടെ? കൊതുക് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്നേക്കുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖം പടർത്തുന്നതും പല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉറക്കം പോലും കളയും. പട്ടി അങ്ങനെയൊന്നും കടിച്ച് അധികം പേരും മരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെൻസസ് എടുക്കുമ്പോൾ പട്ടി ഒരു 12ാം സ്ഥാനത്തോട്ട് തള്ളി നീക്കപ്പെടും. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു. ഇത് മൊത്തത്തിലുള്ള ഒരു ഇത് വെച്ചിട്ട് പറയുന്നതല്ലേ, കഴിഞ്ഞ 50 വർഷത്തെ എടുത്താൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് മാറിയിട്ടുണ്ട്. പക്ഷേ കൊതുക് അങ്ങനെ ആയിരിക്കത്തില്ല. കൊതുക് 1ാം സ്ഥാനത്തിന് നിൽക്കുകയും 2ാം സ്ഥാനത്ത് ആനക്കൊണ്ട മറ്റേ ദിനോസർ അങ്ങനെയുള്ളവർ വരാൻ സാധ്യതയുണ്ട്. കാരണം ആനക്കൊണ്ട ദിനോസറൊക്കെ ഓരോ വർഷം കുറേ ആൾക്കാരെ കൊല്ലുന്നുണ്ട്, തെളിവടക്കം. അപ്പോൾ അത് കാരണം അതായിരിക്കും സെക്കൻഡ്. പിന്നെ അങ്ങനെ പലതും പുലി, സിംഹം എല്ലാം കഴിഞ്ഞിട്ട് എന്നായിരിക്കും പട്ടിയുടെ സ്ഥാനം വരുന്നത്? ആന ചവിട്ടി കൊല്ലുന്നതിൻ്റെ എണ്ണം കൂടുമായിരിക്കും. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര ആനയേ ഉള്ളൂ. 100 ആനയ്ക്ക് കേരളത്തിലാകെ 100 ആനയേ ഉള്ളൂ. ഇവിടെ 1 ലക്ഷം പട്ടിയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആന ചവിട്ടി കൊന്നേക്കുന്നത് വെച്ച് നോക്കിയാൽ പട്ടി വളരെ പുറയിലായിരിക്കും. കൊതുക് പക്ഷേ എന്താണുള്ള ഹിറ്റാണ്. കൊതുകിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ എന്ന് കൊതുക് പറയുന്നു. മടങ്ങിപ്പോ. അപ്പോൾ ഇനി ഈ പട്ടിയെ പിടിക്കുന്നവരും കൊല്ലുന്നവരൊക്കെ കൊല്ലാൻ പറ്റത്തില്ല കേട്ടോ. പട്ടിയെ കൊന്നാൽ അപ്പം തന്നെ നമ്മളിനി കേസെടുക്കുക. ആരും പട്ടിയെ കൊല്ലുന്ന ഉപദ്രവിക്കുന്ന കണ്ട് അറിയണേ. നിങ്ങൾക്ക് ആ ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ, ടെസ്റ്റ് ചെയ്യണമല്ലോ. ഈ പറയുന്ന വകുപ്പ് 253A അങ്ങനെ കണ്ടോ ഒരു സെക്ഷൻ ആഡ് ആയിട്ടുണ്ട്. മൃഗങ്ങളെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ കാലടിക്കുകയോ തളർത്തുകയോ ചെയ്താൽ അവർക്ക് 2 വർഷത്തോളം തടവും പിന്നെ തിരുമ്, സുഖചികിത്സ എല്ലാം കിട്ടുന്നതായിരിക്കുമെന്ന്. പിന്നെ അതിന് ഫൈനൽ അതിൻ്റെ ഫീസ് ഉണ്ട്, അത് കൊടുക്കണം. അങ്ങനെ കാരണം ഇവൻ ആവശ്യം അതാ. ഈ പറയുന്നവന് സുഖചികിത്സ എടുത്തുകഴിഞ്ഞാൽ ശരിയാവുന്നവനായിരിക്കും. അവന് സുഖമില്ലാതെ വരുമ്പോഴാണല്ലോ അവൻ ഈ പട്ടിയെ കൊല്ലാനും തല്ലാനും ഒക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു സുഖമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലല്ലോ ഇത്. ആരെങ്കിലും സുഖമുള്ളവർ പട്ടിയെ തല്ലാനോ കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ ബുദ്ധിമുട്ടിക്കാനോ ചെല്ലൂ. പട്ടിയൊക്കെ അവിടെ ജീവിച്ചോളൂ എന്ന് പറയും. ഈ സുഖമില്ലാത്തവരുണ്ട്, അതായത് ഈ പറഞ്ഞ പോലത്തെ ആൾക്കാർ വലിയ മാന്യരാണ്, മറ്റിടത്തവനാണെന്ന് മറിച്ചവനാണെന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനത്തെ ബുദ്ധിയില്ലായ്മ ഉണ്ടാകും കുറച്ചൊക്കെ. പട്ടിയോട് പ്രത്യേക ദേഷ്യം, പാറ്റയോട് പ്രത്യേക ദേഷ്യം, എലിയോട് പ്രത്യേക ദേഷ്യം, അവൻ്റെ തന്തയോട് പ്രത്യേക ദേഷ്യം, അവൻ്റെ തള്ളയോട് അതിലും കൂടുതൽ ദേഷ്യം. അങ്ങനെയൊക്കെ ഉള്ളവന്മാരുണ്ടല്ലോ ഇവിടെ. അങ്ങനത്തെ ആളുകൾക്കാണ് ഇമാതിരി പ്രശ്നമുള്ളത്. ഇവനൊക്കെ ആരോടൊക്കെ ദേഷ്യം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്താണേലും കൊള്ളാം.